ദൃശ്യം 3 കണ്ടുവന്നിരിക്കുകയാണ്. ഞാനൊരു അരമണിക്കൂർ വൈകിയാണ് തിയേറ്ററിലെത്തിയത്. അങ്ങനെ തുടർന്ന് പോയി. കാര്യമായ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു ഇൻട്രൊഡക്ടറി കുറച്ച് സീനുകളൊക്കെ കഴിഞ്ഞ് ഇതായിട്ടുണ്ട്. എന്തുകൊണ്ടോ അങ്ങനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഇന്നായി കിട്ടുന്ന രീതിയിൽ കുറച്ച് ഡിലേ വന്ന പോലെ, ഒരു വീട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളെല്ലാം കൂടെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഒരു ഇൻ്റർവെൽ പഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഒരു കുക്കപ്പ് ഒരു സംഭവം എടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കണ്ടവർക്ക് തേർഡ് ഏറ്റവും വേസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് പറയേണ്ടി വരും. ലോജിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റില്ല. അവസാനം കുറച്ച് ഒരു അരമണിക്കൂർ രംഗങ്ങൾ ഇത്ര ക്രിസ്പാക്കി കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട്, ആരാന്ന് പറയുന്നില്ല. അതുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ട് തോന്നും. ദൃശ്യം 3 ഇത്തരത്തിലാണ് ആൻ്റണി സാറിന് 4ഉം 5ഉം ഭാഗങ്ങൾ ഇത്തരത്തിൽ പ്ലാൻ ചെയ്യാനാണ് പദ്ധതിയെങ്കിൽ മിക്കവാറും ഇത് തിയേറ്ററിൽ അധികം ഓടത്തില്ല. ഇത് ഒരുപക്ഷെ ഒരാഴ്ച ഓടുമായിരിക്കും. പക്ഷേ ആദ്യത്തെ ദിവസം കാണാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊന്നും പ്രേക്ഷകന് ഇമാതിരി ലെവൽ മേക്കിംഗ് ആണെങ്കിൽ കാണത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ദൃശ്യം സീക്വലിലെ ഏറ്റവും വേസ്റ്റ് അറ്റംപ്റ്റാണ് ദൃശ്യം 3. കുറച്ച് അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരു സ്ട്രോങ് ആയ ഒരു കഥയോ ഒരു പിടിച്ചിരുത്തുന്ന സംഭവങ്ങളൊന്നുമില്ല. ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന അത്ര കാര്യങ്ങളൊന്നുമില്ല. ഒരു 2-2.25 മണിക്കൂർ ഒരു പടം. അവസാനത്തെ ഒരു കുറച്ച് പോർഷൻ ഒരു ക്ലൈമാക്സ് വൈസ് കുറച്ചൊരു ബെറ്ററായി തോന്നി. പക്ഷേ എന്നാലും ആ ഒരു ത്രൂ ഔട്ട് പടം വളരെ ലോ ആണ് സ്കോർ ചെയ്തേക്കുന്നത്. എന്തായിരുന്നാലും ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു പടം പടച്ചു വിട്ടത് ഭയങ്കര മോശമായിപ്പോയി. പഴയ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കാണാൻ പോയത്. ലാലേട്ടൻ്റെ പഴയ പടങ്ങളായ സീസൺ, അതുപോലെ വാനപ്രസ്ഥം ഒക്കെ വളരെ അടുത്താണ് കണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, ഇങ്ങനത്തെ സിനിമകൾ വരുമ്പം ഇടയ്ക്ക് നമ്മൾ ആ പഴയ സിനിമകളിലോട്ടൊന്ന് പോകണം. ഇനി ആകെ പ്രതീക്ഷ തരുൺ മൂർത്തിയുടെ അടുത്ത മോഹൻലാൽ ചിത്രമാണ്. തുടരത്തിന് ശേഷം മോഹൻലാലിൻ്റെ നല്ല ചിത്രങ്ങൾ അപൂർവമാണ്. അപ്പോൾ കഴിഞ്ഞ പാട്രിയോട്ടും വളരെ മോശമായിരുന്നു. ഇതും മോഹൻലാൽ ഹീറോ ആണ്.